ഇന്നത്തെ പരിപാടി പുളി ഉണങ്ങലാണ്. പുളി കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയെടുക്കാം. പുളിയൊക്കെ മുറിച്ച് വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പുകയത്തിടണം. പുളി ഇങ്ങനെ കീറിയെടുത്ത് അതിൻ്റെ കുരു കളഞ്ഞ് ആ ഞെടുപ്പ് കളയണം. എന്നാലേ അല്ലെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പോൾ കയ്പുണ്ടാകും. ഇത് 4ആയിട്ട് കീറി എടുത്തിട്ട് ഉണങ്ങും. ഇതാണ് ഞങ്ങൾ 2-3 ദിവസം മുന്നേ കിട്ടിയ പുളിയൊക്കെ ഇവിടെ ഉണങ്ങാനിട്ടിട്ടുണ്ട്. പുളിക്ക് പുകയിടാൻ വേണ്ടി ഇവിടെ തീ കത്തിച്ചിട്ടുണ്ട്. വലിയ പുകപ്പരയൊന്നും അല്ല, ഞങ്ങളൊരു വല വാങ്ങിയിട്ടിട്ട് 2 സ്റ്റെപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ കുറേ ദിവസം മുന്നേ ഇട്ടതാണ്. ഇതൊക്കെ ഉണങ്ങി വരുന്നുണ്ട്. കുറേ ദിവസമല്ല, ഒരു 3 ദിവസമായി ഇതിട്ടിട്ട്. ഇത് ഇന്നലെ ഇട്ടതാണ്. ഇന്നെടുത്ത പുളികളെല്ലാം ഇവിടെ നിരത്തി വെക്കുവാണ്. കമഴ്ത്തി വെച്ചാൽ വേഗം ഉണങ്ങി കിട്ടും. ഇതാ പുളിക്ക് തീയിട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയായിന്ന് നോക്കാം. ഇതാ എല്ലാം നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. പുളിക്ക് പുകയിട്ടതുകൊണ്ട് ഭയങ്കര പുകയാണ്. ഇതിനി വാരി എടുത്ത് വെക്കണം. ഇവിടുത്തെ അധികം ഉണങ്ങിയിട്ടില്ല. ഇത് കുറച്ചുകൂടെ ഉണങ്ങി വരാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണങ്ങാനുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയ പുളിയാണ്. ഇനി ഇത് വാരി എടുത്ത് വെക്കാം.